ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ചിലവ് കുറവിൽ പോയി വരാൻ പറ്റിയ രാജ്യങ്ങളിലൊന്നാണ് മലേഷ്യ. അവിടേക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. 2026 ഡിസംബർ 31 വരെ ഇന്ത്യൻസിന് മലേഷ്യ വിസ ഫ്രീ ആണ്. അതുകൊണ്ട് വിസ ഒന്നും അപ്ലൈ ചെയ്യണ്ട, നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ പോയാൽ മതി. നിങ്ങൾ കൊച്ചിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 6000-7000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും റേറ്റ് കുറവുള്ളപ്പോൾ നോക്കി ബുക്ക് ചെയ്താൽ മതി. ഇനി തിരുവനന്തപുരത്ത് നിന്നാണ് പോകുന്നതെങ്കിൽ അതിലും കുറവ് കിട്ടും. ഒരു 4000 സംതിങ് തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ അറൈവലിന്റെ 1-2 ദിവസം മുന്നേ MDSE ഫോം ഫില്ല് ചെയ്യണം. അതൊരു ഓൺലൈൻ ഫോമാണ്, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ഓരോ ഫോം വെച്ച് ഫില്ല് ചെയ്യണം. മലേഷ്യയിലെ കറൻസി മലേഷ്യൻ റിങ്കിറ്റ് ആണ്. അത് ഇന്ത്യയിലെ ഒരു 21 രൂപേന്റെ അടുത്ത് വരും. ഞാൻ അതിലെ പല ചാർജസും റിങ്കിറ്റിലായിരിക്കും പറയുക, അപ്പം നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുക. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാബ് ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ബസ് സർവീസും ഉണ്ട്. നിങ്ങളുടെ ഹോട്ടൽ എവിടെയെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ബുക്ക് ചെയ്യുക. പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയ ഒരേ ഒരു സ്പോട്ട് പുത്രജയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളെയും കുറിച്ച് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. നിങ്ങൾക്ക് 1500 രൂപ തൊട്ടിട്ടൊക്കെ ഹോട്ടലുകൾ കിട്ടും. നിങ്ങൾ മുന്നേ ബുക്ക് ചെയ്തിട്ട് വരിക. കുറച്ച് നല്ല ഹോട്ടൽ നോക്കി ബുക്ക് ചെയ്യുക. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ, മെട്രോ സ്റ്റാർ. ഇതിന് 3000 രൂപയാണ് ഒരു ദിവസം. ഇവിടുത്തെ റൂമൊക്കെ നല്ല നീറ്റാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓരോ ദിവസവും ഐറ്റംസ് മാറി മാറി വരും. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയ റൂം ബുക്ക് ചെയ്യുന്നതായിരിക്കും ലാഭം. ഹോട്ടൽ ചാർജിന്റെ കാര്യം നോക്കുമ്പം ഇന്ത്യയിലേക്കാളും ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ. കാരണം 3000 രൂപയ്ക്ക് തരുന്ന ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ് ഇന്ത്യയിലെ പല സ്ഥലത്തെയും വെച്ച് നോക്കുമ്പം. ഈ ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുലാലംപൂർ മാത്രം കറങ്ങാൻ ഒരു 2-3 ദിവസത്തിന്റെ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 4 ഡേയ്സ് ട്രിപ്പ് ആയാലും കുഴപ്പമില്ല. ഒരു ദിവസത്തെ ഡേ ടൂർ ആയിട്ട് നിങ്ങൾക്ക് ബാർഡ് കേവ്സ്, ഗെൻഡിങ് ഹൈലൻഡ്സ് എടുക്കാം. ഗെൻഡിങ് ഹൈലൻഡ്സ് ഒക്കെ കുറച്ച് ദൂരമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടാക്സി വിളിച്ചിട്ട് വരാം. ഇവിടെ ടാക്സിയൊക്കെ ഇന്ത്യയിലെ ടാക്സിന്റെ പോലത്തെ ഒക്കെ ചാർജേ ഉള്ളൂ, അല്ലാതെ ഓവർ കോസ്റ്റ്ലി അല്ല. ബാർഡ് കേവ്സ് രാവിലെ 6 മണിക്ക് ഓപ്പൺ ആവും. അപ്പോൾ രാവിലെ നേരത്തെ വന്നാൽ അധികം തിരക്കുണ്ടാവില്ല. ഇവിടെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഇവിടെ നിന്നൊരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഗെൻഡിങ് ഹൈലൻഡ്സിലേക്ക്. അവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് കേബിൾ കാർ വഴിയും പോവാം. കേബിൾ കാറിന്റെ ടിക്കറ്റ് ക്ലൂക്ക് ആപ്പ് എന്ന് ബുക്ക് ചെയ്താൽ മതി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ ഏറ്റവും മേലത്തെ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ലക്ഷറി മോൾ സെറ്റപ്പ് ആണ്. ലക്ഷറി ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ സ്കൈ കസീനോ ഉണ്ട്. ഈ ഗെൻഡിങ് ഹൈലൻഡ്സ് കേബിൾ കാർ കയറുന്ന സ്ഥലത്ത് ഗെൻഡിങ് ഹൈലൻഡ്സ് പ്രീമിയം ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അവിടെ കുറേ ലക്ഷറി ഷോപ്സ് ഉണ്ട്, പക്ഷെ ഓഫേഴ്സും ഉണ്ടാവും. പക്ഷേ ഈ ഗെൻഡിങ് ഹൈലൻഡ്സിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എത്തുന്ന ഈ ബിൽഡിങ്ങിൽ കുറച്ച് ലക്ഷറി ഏരിയ ഒക്കെയാണ്. അവിടുന്ന് അഫോർഡബിളായി ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേബിൾ കാറിന് ഒരു സ്റ്റോപ്പ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിൻസ്വി കേവ്സ് ടെമ്പിൾ ആണ്. ഇതൊരു ചൈനീസ് ടെമ്പിൾ ആണ്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്, കാരണം നല്ല ഹൈറ്റിലാണല്ലോ. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. മലേഷ്യയിലെ 2nd ലാർജസ്റ്റ് പോപ്പുലേഷൻ ചൈനീസ് ആൾക്കാരാണ്. ഈ മൊത്തം ഗെൻഡിങ് ഹൈലൻഡ്സിന്റെ ഫൗണ്ടറും ഒരു ചൈനീസ് ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ആണത്. ലിംകോ തോങ് എന്നാണ് പേര്. നെക്സ്റ്റ് നിങ്ങൾക്ക് സിറ്റി ടൂർ പോവാം. അതിൽ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ പോയത് ഈ കിങ്സ് പാലസിലാണ്. ഇവിടുത്തെ രാജാവ് ഇതിനുള്ളിൽ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് നോക്കാനേ പറ്റുള്ളൂ. ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വരെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ നാഷണൽ മോണ്യുമെന്റിലാണ്. വേൾഡ് വാർ 2ലും മലയൻ എമർജൻസിയിലും മരിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മോണ്യുമെന്റ് പണിതിട്ടുള്ളത്. അടുത്ത ഞങ്ങൾ പോയത് KL ടവറിലാണ്. ഇതിന്റെ മുകളിൽ ഒബ്സർവേഷൻ ഡെക്കിൽ കയറാൻ ഒരാൾക്ക് 110 റിങ്കിറ്റാണ് ചാർജ്. ബട്ട് അതത്ര വർത്ത് അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. അടുത്ത സ്പോട്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ബിൽഡിംഗ് ആയ പെട്രോണസ് ട്വിൻ ടവേഴ്സ് ആണ്. ഇവിടെ പകൽ പോകുന്നതിനേക്കാളും ഭംഗി ഉണ്ടാവുക കാണാൻ രാത്രിയാണ്. രാത്രിയിൽ ഫുൾ ലൈറ്റിംഗ് ആകുമ്പം ഫോട്ടോസൊക്കെ നല്ലതായിരിക്കും. ഈ 2 ടവേഴ്സിന്റെ ഇടയിലുള്ള ബിൽഡിംഗ് ഒരു 6 ഫ്ലോർസ് ഉള്ള മോളാണ്. സൂര്യ KLCC എന്ന് പറയും. ഇവിടേക്ക് എല്ലാവർക്കും എൻട്രി ഉണ്ട്. പക്ഷെ ടവേഴ്സ് ഫുൾ കോർപ്പറേറ്റ് ഓഫീസസ് ആണ്. അവിടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ടവേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്കൈ ബ്രിഡ്ജിലേക്ക് നമുക്ക് കയറാം. അതിന് എൻട്രി ടിക്കറ്റ് ഉണ്ട്. 130 റിങ്കറ്റ്സ് ആവും ഒരാൾക്ക്. അടുത്തത് KLCC എക്വേറിയം ആണ്. ഇവിടെ ഒരാൾക്ക് 75 റിങ്കറ്റ്സ് ആണ് എൻട്രി ഫീ. ഇവിടെ നിങ്ങൾക്ക് കുറേ വെറൈറ്റി ഫിഷസ് ഒക്കെ കാണാം. നിങ്ങൾ ഓൾറെഡി മറൈൻ എക്വേറിയം ഒക്കെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ട് മറൈൻ എക്വേറിയം കാണുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്തത് ബുക്കിറ്റ് പിങ്താങ്. ഇത് കുലാലംപൂരിലെ ഒരു മെയിൻ ഷോപ്പിംഗ് എന്റർടൈൻമെന്റ് ഏരിയ ആണ്. ഇവിടെ കുറെ ഷോപ്പിംഗ് മാൾസ്, നൈറ്റ് മാർക്കറ്റ്സ്, ഫുഡ് സ്ട്രീറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറെ ലക്ഷറി ബ്രാൻഡ്സ് ഉള്ള ഒരു മോളാണ് പവിലിയൻ മോൾ. ഇവിടെ നിങ്ങൾക്ക് ഓഫേഴ്സ് ഒക്കെ കിട്ടും. അതുകൊണ്ട് ഇവിടെ കയറി നോക്കണം എന്തായാലും. ഞങ്ങൾ പോയപ്പം പല ഷോപ്സിലും ഓഫർ സെയിലൊക്കെ ഉണ്ടായിരുന്നു.
ഇതിൻ്റെ അടുത്തുള്ളൊരു നൈറ്റ് മാർക്കറ്റാണ് ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റ്. നോൺ വെജ് ലവേഴ്സിനൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. കുറേ വെറൈറ്റി സീ ഫുഡ് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് ഈ സ്ട്രീറ്റിൽ. നല്ല തിരക്കായിരിക്കും രാത്രി, ഭയങ്കര ആക്റ്റീവാണ് ഇത്. രാത്രി കുറേ ടൈം ഉണ്ടാവും ഇവിടെ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മഴ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് റെയിൻ കോട്ടോ കുടയോ എന്തെങ്കിലുമൊക്കെ കരുതുക. ഞങ്ങൾക്ക് ഒരു ഡേ മാത്രമേ മഴ കിട്ടിയുള്ളൂ. ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പം നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് മലേഷ്യൻ റിംഗിറ്റ്സ് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം മെട്രോ യൂസ് ചെയ്യുമ്പോഴും ഗ്രാബ് ടാക്സി യൂസ് ചെയ്യുമ്പോഴും ഷോപ്പിങ്ങിനും ഒക്കെ ആവശ്യം വരും. ഇവിടെ മെട്രോയിൽ പോകണമെങ്കിൽ ഒന്നുകിൽ റാപ്പിഡ് കെയിലിൻ്റെ കാർഡ് വേണം, അല്ലെങ്കിൽ നമ്മൾ കറൻസി ഇട്ടാൽ മതി മലേഷ്യൻ റിംഗിറ്റ്സ്. ആദ്യം തന്നെ നമ്മൾ സ്റ്റേഷനൊക്കെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോട്ട് ഇതിലേക്ക് നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഒരു കോയിൻ ഫോമാറ്റിലാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഈ കോയിൻ ഇവിടെ സ്വൈപ്പ് ചെയ്യണം, അപ്പോൾ ഗേറ്റ്സ് ഓപ്പൺ ആവും. അങ്ങനെയാണ് കയറുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷനിൽ ഈ കോയിൻ ഇവിടെ ഇങ്ങനെ ഇടണം, അപ്പോൾ ഗേറ്റ്സ് ഓപ്പൺ ആവും. പിന്നെ നമുക്ക് ഇറങ്ങാം. ക്വാലലംപൂരിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കുറേ മോൾസ് ഉണ്ട്. ഷോപ്പിങ്ങിനെ കുറിച്ച് മാത്രം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഷോപ്പിങ്ങിന് പറ്റിയൊരു നല്ലൊരു മോളാണ് NU സെൻട്രൽ. പിന്നെ ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ബർജയ ടൈം സ്ക്വയർ. പിന്നെ ചീപ്പ് ഷോപ്പിങ്ങിന് ചൈന ടൗണും സെൻട്രൽ മാർക്കറ്റും. മലേഷ്യൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ക്വാലലംപൂരിൽ നിന്നുകൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. മലേഷ്യയിൽ വേറെയും കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. ഈ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.